ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഓശാനയായിട്ട് നമ്മൾ പള്ളിയിലൊക്കെ പോയി. നമുക്ക് ഇത് ഒലിവിന്റെ ചെറിയ ഇതാണ് കേട്ടോ. ഒലിവ് മരത്തിന്റെ ഇലകളിൽ ഒരു ചെറിയ വന്നേക്കുന്നതാണ് കേട്ടോ. മരക്ക് ഇല കിട്ടിയോ മറ? വീട്ടിലേക്ക് പോകണം. നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ? നമുക്ക് ഇച്ചിരി കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാം കേട്ടോ. കുടിച്ചിട്ട് നമുക്ക് പതുക്കെ ഇന്നൊരു ഞായറാഴ്ച, നല്ലൊരു ഞായറാഴ്ച, രണ്ടുപേർക്കും ഒരുമിച്ച് ഓഫ് ഉണ്ട്. എല്ലാവർക്കും അപ്പൊ ഒന്നുകൂടെ ഹാപ്പി ഓശാന ഞായറാഴ്ച കേട്ടോ. ഇവിടെ ചെറിയൊരു തണുപ്പും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാരും ജാക്കറ്റിന്റെ അകത്ത് കയറിയിരിക്കട്ടെ. ഞാനും ജാക്കറ്റ് ഇരിപ്പുണ്ട്. ഭയങ്കര തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇന്നലെ തൊട്ട് ഒഫീഷ്യലി വിന്റർ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓസ്ട്രേലിയ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. മിനിങ്ങാന്നത്തെ കാറ്റില് ഒരു ക്രെയിൻ തകർന്ന് വീണ ഒരു കെട്ടിടം ഇപ്പൊ നമ്മള് കണ്ടാലോ. പുതിയ ഓഫീസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ തന്നെയാണ്, ഇവിടെ സെന്ററിൽ തന്നെയാണ്. ഇതിന്റെ അകത്താ എന്റെ പുതിയ ഓഫീസ്. ഇതിന്റെ വെളുത്ത നിലയില് അവിടെ എഴുതിയേക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി ജസ്റ്റിസ് എഴുതിയേക്കുന്നുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിക്കാം, വില്ലേജിൽ നിന്ന് ഫുഡും കഴിക്കാം. അപ്പൊ നമ്മുടെ ഇലകള് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഇല കാണിച്ചു കൊടുക്കുക. ഇത് ഒലിവിന്റെ ഇല ആവശ്യം കാണിച്ചിട്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുണ്ടോ, നമ്മുടെ ഇലയുടെ ഷേപ്പ് വെച്ചിട്ട് നാട്ടില് ചെറിയൊരു മത്സരം ഉണ്ട് കേട്ടോ. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ഏറ്റവും നല്ല കുരുത്തോല ആർക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയാണ് അതിന്റെ മെയിൻ ആള്. കുരുത്തോല ആർക്ക് കിട്ടുന്നു, ഏറ്റവും നല്ല ഓല ആർക്കാണ് അത്. കാരണം നമ്മുടെ നാട്ടിൽ അച്ഛൻ കൊടുക്കും കേട്ടോ. ഇതുപോലെ ചെന്ന് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അച്ഛൻ തരുമ്പോ നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഇല ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ പിന്നെ ഇങ്ങനത്തെ ഇല ആയതുകൊണ്ട് പ്രത്യേകിച്ച് തർക്കിക്കാനൊന്നും ഇല്ല അല്ലേ. ഒരാൾ കമോൺ എന്ന് പറഞ്ഞോണ്ട് വിളിക്കുന്നു. വാ വാ പോയ നിന്നെ കൊണ്ട് അവിടെ അല്ല. ഇതാ ബേക്കറി. മിറക്കെന്നെ വേണ്ട? ചുമ്മാ പറയാ കഴിക്കത്തില്ല. മിറ ബ്രൗണി കഴിക്കുവാണോ? പെയിന്റ് ചെയ്യാനുള്ള പേപ്പറും കിട്ടിയല്ലോ. പെയിന്റ് ചെയ്യാൻ ഈസ്റ്റർ ഒക്കെ വരുന്നതുകൊണ്ട് ഈസ്റ്റർ ബണ്ണിയാണോ? ഈസ്റ്റർ ബണ്ണിയും ഈസ്റ്റർ എക്സ് ഒക്കെയാണ്. ഓൾറെഡി തുടങ്ങി. നമുക്ക് അവൾ അവിടെ ഇരുന്ന് ചെയ്തോണ്ട് കളർ അടിക്കുന്നുണ്ട്. നമ്മളതുപോലെ 2 കോഫിയും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മിറായിക്ക് ഒരു ജ്യൂസ് ആണോ സ്മൂത്തി ആണോ? സ്മൂത്തി മാംഗോയുടെ ഒരു സ്മൂത്തി കേട്ടോ. നിമിഷ പറഞ്ഞത് ഒരു സ്പിനാച്ച് ആൻഡ് ഫെറ്റ റോളാണ്. അതെ, ഇത് റോളാണ് കേട്ടോ. നമ്മുടെ സ്പിനാച്ചും ഫെറ്റ ചീസ് അല്ലേ. അടിപൊളി ടേസ്റ്റ് ആണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുമ്പോൾ കഴിക്കുന്ന ഒരു സാധനം. വെജിറ്റേറിയൻ പൈ ആയിട്ട് കഴിക്കാനായിട്ട് അതെ അടിപൊളിയാണ്. അവിടെ ഞങ്ങൾ ഒരെണ്ണം മേടിച്ചുള്ള ഞങ്ങൾ മാത്രം പോരാ, നീ കഴിക്കണം. കഴിച്ചെടുത്ത് നിനക്ക് ഇവിടുത്തെ ബ്രൗണി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് വേറെ എന്തോ ക്യാരറ്റ് കേക്ക് ഒക്കെ മേടിക്കാന്ന് ഓർത്തോ. ഇവള് പറഞ്ഞു വേണ്ട എനിക്ക് ബ്രൗണി മതി എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും അടിപൊളിയാട്ടോ. നമ്മുടെ ഡബ്ബോയിലെ എനിക്ക് തന്നെ ഏറ്റവും മോസ്റ്റ് അല്ലേ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാഫി. ചീരയും ചീസും. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? നമ്മളിത് കഴിക്കുന്ന കണ്ടപ്പോ ഒരാൾക്ക് ഇത് എന്തിനാ സോസ് കഴിക്കാനോ? സോസിന് വേണ്ടി മാത്രം. ഇതുണ്ടോ, ഈ ഇങ്ങനത്തെ സോസിന്റെ സാക്ഷൻ നിങ്ങളുണ്ടോ? എന്തൊരു ബുദ്ധിപൂർവ്വമായിട്ട് അവർ ഉണ്ടാക്കിയെന്ന് വെക്കുന്നുണ്ട്. ഇതുപോലെ സ്ക്വീസ് ചെയ്തങ്ങ് കഴിക്കാം അല്ലേ. വേറെ എന്നാ കുടിക്കുന്നേ? മാംഗോ ജ്യൂസ് ആണോ? മാംഗോ ജ്യൂസ് അല്ല, സ്മൂത്തി. മാംഗോ സ്മൂത്തി കേട്ടോ. ജലദോഷം ഉണ്ടോ? ഒച്ചയൊന്നും ഇല്ല. രാവിലെ തന്നെ കുഴപ്പമില്ലാതെ വിചാരിക്കുന്ന കേട്ടോ. അവള് പിന്നെ ഈ കാപ്പിയും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുന്നതിനേക്കാളും ജ്യൂസ് ആണല്ലോ നല്ലതെന്ന് ഓർത്തിട്ടാട്ടോ. അവളെ പ്ലേ ചെയ്യണം. എന്നാ പറ? ഇതിപ്പോ അടിച്ച ബാമ്പിനെ ആയാലും ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ ഒരു പ്ലേ ഹൗസ് ഉണ്ട്. Go eat this way. You gotta go this way. Hey, come here. Hello. ഇപ്പോൾ ഇനി എങ്ങനെ നമ്മൾ കൊണ്ടുപോയി നിമിഷം? ഞങ്ങൾ പോവാട്ടോ. നീ വരുന്നുണ്ടോ? You coming? ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് വീട്ടില് അല്ലേ. ഓൺലൈൻ ഷോപ്പിംഗ് കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് അതിനകത്ത് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഇന്നലെ ഫുഡൊക്കെ കഴിപ്പിച്ചത് തന്നെ കേട്ടോ. രാവിലെ മമ്മി നമുക്ക് ഗിഫ്റ്റ് പൊടിക്കാം, നമുക്ക് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഗിഫ്റ്റ് പൊടിക്കാം. ഇപ്പൊ ആ ഒരു ചടങ്ങ് കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട്
ഈ ഇതിന്റെ പല്ലെല്ലാം കാണാം, ഇല്ലാത്ത പല്ല് കാണാം. അയ്യേ ബാ ഇറങ്ങുവാ. ജാക്കറ്റ് ഒക്കെ ഇട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഇപ്പൊ ചെറുതായിട്ട് ചൂടെടുക്കാൻ തുടങ്ങിയോന്നൊരു സംശയം. വെയില് വന്നതും അല്ലെ ചൂട് തുടങ്ങി. പക്ഷെ എന്നാലും രാവിലെ രാത്രിയിലൊക്കെ ഭയങ്കര തണുപ്പാട്ടോ. ശരിക്കും നമ്മള് വിന്ററിലേക്ക് ഇപ്പൊ ശരിക്കും ഓട്ടമാണ് കേട്ടോ. ഓട്ടം തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഉറക്കം വരുന്നുണ്ടോ തോന്നല്ലോ. നമ്മള് നേരത്തെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്ന അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. നേരം കൂടെ അവിടെ നിക്കണോന്ന് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എന്തോ പരിപാടി ഉണ്ടല്ലോ. പ്രശ്നമൊന്നും തോന്നുന്നില്ല. 2 കാറ് ഫ്രണ്ടിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇതായിരിക്കും പെട്രോളിങ് ആയിരിക്കും. മിറ അതെ നിന്റെ ഗിഫ്റ്റുകളെല്ലാം ഇതിനകത്ത് ഇരിക്കുന്നുണ്ടോ? അമ്മനെ വിളിച്ചോട്ടോ നമുക്ക് തുറക്കാതെ. മറക്കട്ടാ അതെ ഇതാണ് ഞാൻ പറഞ്ഞ ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്ത സാധനം കേട്ടോ. ഒരു ലോഡ് സാധനമുണ്ട്. വരാൻ ഇച്ചിരി താമസിച്ചായ യുദ്ധം കാരണം കുറച്ച് ഡിലേ ആയിപ്പോയി. സത്യമായിട്ടോ എന്റെ ഹൃദയത്തിൽ ഒരു വിഷമായിരുന്നു. എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഒരു 4 ആഴ്ചയായിട്ട് കേട്ടോ സാധനങ്ങൾ വരാതെ ചായ പൈസ എല്ലാം പോയെന്നാ തോന്നുന്നു. ഞാൻ ഉറപ്പിച്ച് പൈസ പോയെന്നുണ്ട്. അത് ഈ റീഫണ്ട് ഒക്കെ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു. എനിവേ ഇന്നലെ ഞായറാഴ്ചയായിട്ട് ശനിയാഴ്ചയായിട്ട് ഇന്നലെ വന്നു. നിന്റെ വിഷമം മനസ്സിലാക്കി ഈസ്റ്ററിന് മുന്നേ സാറ്റർഡേ നമുക്ക് അതിങ്ങനെ പാഴ്സൽ ഒന്നും വരാറില്ല കേട്ടോ. അപ്പൊ എനിക്ക് അവിടെ ഞാൻ ഡ്യൂട്ടി ആകുമ്പോൾ എനിക്ക് അവിടെ ഇൻഡിവേഷൻ കിട്ടി സാധനം വന്നത്. പൊട്ടിക്കണ്ടേ? പൊട്ടിക്കാം നമുക്ക്. ബ്രഷ് ചെയ്യാൻ രാവിലെ വരുന്നത് വണ്ടിയിലാ. ബ്രഷ് ചെയ്യാൻ രാവിലെ വരുന്നത് നിന്ന് ഓടിക്കും. ഇത് കാണുമ്പോ എനിക്ക് ഏതോ ഒരു സിനിമയ്ക്കകത്ത് സലീം കുമാർ ആണോ അതോ സുരാജ് വെഞ്ഞാറോ നിന്ന് വണ്ടി ഓടിക്കുന്നത്. ഇവിടെ എന്താ പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് പുറത്തൂടെ ഓടിക്കുന്ന ഒരെണ്ണം മേടിച്ചു കൊടുക്കണം അല്ലെ. അതെ ഒരു ഓഫ് റോഡ് വണ്ടി അല്ലേ ചായ? ഓഫ് റോഡ്. ഇത് നമ്മുടെ ചേട്ടായും സോഴ്സ് മേടിച്ചു കൊടുത്താണ്. നിമിഷ കാത്തിരുന്ന വാഴ്സൽ ഒരു 1.5 മാസത്തോളം നിമിഷം നമുക്കൊന്നും ഒന്നുമില്ല കേട്ടോ. ആണോ? നമുക്കൊന്നും ഇല്ലേ? നമുക്ക് വലിയ സാധനങ്ങളൊന്നും ഇല്ല. ഇതെല്ലാം വീട്ടിലേക്കുള്ള സാധനങ്ങളും അതുപോലെ തന്നെ മിറക്കുട്ടിനുള്ള സാധനങ്ങളും ഞാൻ വേറെ ഓർഡർ ചെയ്ത് തരാം കേട്ടോ. ആണോ? വേണ്ട, ഓർഡർ ചെയ്യാതിരിക്കുന്ന എനിക്ക് സന്തോഷം. ഞാൻ ഇതിനോടൊന്നും വലിയ താല്പര്യം. ഞാൻ ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുമ്പോൾ ഇച്ചാൻ എന്നെ തെറി പറയും. ഓൺലൈനിൽ ഷോപ്പ് ചെയ്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, കണ്ടു മേടിക്കുന്നതാണ് ഏറ്റവും നല്ലതുകൊണ്ട് ഇച്ചാൻ അങ്ങനെ പൈസ കളയുന്ന ഇഷ്ടമല്ല കേട്ടോ. ഞാനാണെങ്കിൽ ഓൺലൈൻ്റെ ആളാ. ഇപ്പൊ കയ്യും പിടിക്കണ്ടേ? ഇപ്പം കയ്യിൽ വെച്ച് നിത്യാഭ്യാസി ആനെ ചോക്കെന്ന് പറയുന്ന പോലെ ഈ സാധനം മേടിച്ചപ്പോ നീ ഓർക്കുന്നുണ്ടോ? ഇവർക്ക് പേടിയായിരുന്നു ഓടിക്കാൻ. കേറില്ല എന്നോട്ടോ ഒരു വിധത്തിൽ. പിന്നെ റീവായിരുന്നു ഓടിച്ചോണ്ടിരുന്നത്. ഇവിടെ ഓടിക്കില്ലായിരുന്നു. ഒരു പേടിയില്ല. അത് ഓപ്പൺ ചെയ്യാം. ഇവിടെ നീക്ക്. ഇത് എന്റെ ID കാർഡ് വെക്കാനായിട്ട് ചായ. വെയിറ്റ് ഇതൊക്കെ കാണിച്ചു തരാം. ഇത് എന്റെ ID കാർഡ് വെക്കാനായിട്ടുള്ള ഒരു സാധനവും നമുക്ക് തൂക്കിയിടുന്ന ഒരു സാധനം. അമ്മ ഒരുമിച്ച് കാണിക്കടാ. അമ്മ ഒരുമിച്ച് കാണിക്കാം. നമുക്കൊന്നും നിനക്കുള്ളതുണ്ടല്ലേ നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനം. ഇത് കണ്ടോ? ഇത് എന്നാ അറിയാം? ഇത് എന്നാ മിറക്കുട്ടി? ഇത് ഇത് മിറക്കുട്ടിന് മേടിച്ചാട്ടോ. നമ്മുടെ റിവ്യൂ വരുമ്പോൾ റിവ്യൂടെ ഒരെണ്ണം ഓർഡർ ചെയ്യണം. റിവ്യൂക്ക് വേറെ കണ്ടാ ഇതിങ്ങനെ ആവശ്യം കഴിഞ്ഞ് വിട്ടും ഒക്കെ കഴിച്ചാൽ നമുക്ക് സ്പൂൺ ഉണ്ടാവും, പക്ഷെ ഫോർക്കില്ലായിരുന്നു. പിന്നെ ഇത് എന്നാന്ന് കഴിച്ചാൽ നമ്മുടെ ഈ ആപ്പിളൊക്കെ സ്ലൈസ് ചെയ്യാനായിട്ടുള്ള സാധനമാണ്. കാണിച്ചു തരാം. ഇത് പിന്നെ എന്നാന്ന് വെച്ചാൽ എന്നാ നമ്മൾ പറഞ്ഞ ഓർഡർ ചെയ്ത സാധനം നമ്മുടെ തണുപ്പ് വരുമ്പോഴത്തേനും ചെടികളിലൊന്നും അതാണ് ഈ സാധനം. ഭയങ്കര വലുതാണോ ഇത്? ഇതിന് അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. ഇത് എങ്ങനെയെങ്കിലും കൂടി ഇടാം. ഫോണല്ല അമ്മ കാണിക്കാം നോക്കട്ടെ കേട്ടോ. കുഞ്ഞു സാധനം വെച്ചാൽ ചെറിയ എല്ലാം എടുക്കല്ലേ അമ്മ നോക്കട്ടെ. ഇതൊക്കെ ചില സമയത്ത് നോക്കുമ്പോൾ എനിക്ക് എന്നാന്ന് പോലും അറിയത്തില്ല കേട്ടോ. ഇത് എന്റെ ലിപ്സ്റ്റിക് ഇട്ട് വെക്കാനായിട്ട്. ആണോ? ഓ സമാധാനം. ഇവളുടെ ഒരു 100 ലിപ്സ്റ്റിക് ഇതിലെ എനിക്ക് എല്ലാത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ക്രൈസ് ഉള്ള സാധനം ലിപ്സ്റ്റിക്. ഞാൻ എവിടെ പോയാലും എപ്പോൾ ഞാൻ കെമിസ്ട്രി പോയാലും അവിടെ പോയി ലിപ്സ്റ്റിക് ഇത് ഉണ്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഓരോരോ ലിപ്സ്റ്റിക് ഇങ്ങനെ ഇട്ട് വെക്കാം. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ അവസാനം. കൊള്ളാല്ലേ? സൂപ്പർ അല്ലേ? നമുക്ക് ഇതിങ്ങനെ അടച്ചു വെക്കാം. അല്ല ഇത് പോരാതെ വരുമല്ലോ. നിനക്ക് ഇതിന്റെ ഇതിപ്പോ ഏകദേശം 18 അല്ല ഇച്ചിരി ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ നോക്കാം. ഇട്ട് നോക്കുമ്പോ അറിയാം. ഇത് ഈ പൈപ്പിന്റെ അറ്റത്ത് വെക്കണ. അപ്പം ഇങ്ങനെ വെള്ളം വരുമ്പോൾ മീനകത്തോടെ ഇങ്ങനെ വെള്ളം വരുമ്പോൾ ഡക്കിന് വായിക്കാൻ വെള്ളം വരും. പിന്നെ പിടിച്ചോ അതാട്ടോ. ഇത് അത്യാവശ്യമില്ലാത്ത സാധനം. അവളത് വലിയ ഇത് ആവശ്യമുള്ള സാധനം കേട്ടോ. നമ്മുടെ ബാഗുകളും നമ്മൾ പൊട്ടിച്ച കവറുകളൊക്കെ
സിപ്പ് ലോക്ക് ചെയ്ത് വെക്കാനുള്ള അതായത് സാധനം. നമുക്കിപ്പോ എന്തെങ്കിലും സാധനം പൊട്ടിച്ചിട്ട് നമുക്ക് അതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ ഇങ്ങനെ ഇതും കൂടെ നമുക്ക് ലോക്ക് ചെയ്ത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക്. അതാണിത്. വേറെയുള്ള 2 സാധനമായി എനിക്ക്. സ്റ്റോക്കിങ്സ് ആണ്. അതായാലും ആവശ്യം വരും, തണുപ്പല്ലേ. തണുപ്പായോണ്ട് മേടിച്ച ഇങ്ങനെ ഈ അതിന്റെ അടി ഇടാനായിട്ട് അമ്മ കാണിച്ചു തരാം. ഇച്ചിരി ഡിസൈൻ ഒക്കെ ഉള്ള സ്റ്റോക്കിംഗ് ആണ്. ഇതിങ്ങനെ നന്നായിട്ട് വലിയുന്നതാണ്. ഇത്രയും വലിയ അത് കൊള്ളാം. എന്തുണ്ട്, നല്ല ഡിസൈനുള്ള പല പല കളറുണ്ട്. റോസ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട് കേട്ടോ. ഇത് വേറൊരു സാധനം കേട്ടോ. ഇത് നമ്മുടെ ഈ ടൂത്ത് ബ്രഷ് ഹോൾഡർ ആണ്. നമുക്കിതിങ്ങനെ നമ്മുടെ വോളിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. ഇങ്ങനെ ഇതായിട്ടിരിക്കും. അതിനോട് തന്നെ സാധനം ഉണ്ടല്ലേ. അത് കൊള്ളാം. ഇതിനകത്ത് ഇതുണ്ടോ, ഇതിനകത്ത് ഈ സാധനം ഉണ്ട്. മറ്റേ ആ ഒട്ടിക്കുന്ന സാധനം വോളിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ടൂത്ത് ബ്രഷും പേസ്റ്റും ഒക്കെ ഉണ്ട്. എന്ത് വേണേലും ഇടാം കേട്ടോ. ഇത് ഞാൻ പറയും ചുമ്മാ സോക്സ് മേടിച്ചാണ് കേട്ടോ. ഇവിടുന്ന് ഇപ്പം ഞങ്ങൾ സോക്സ് കുറച്ച് കുറവുന്നേ. നല്ല ലൈറ്റ് സോക്സ് വരും, കുഞ്ഞ് സോക്സ് ഇല്ല. ഇത് മേടിച്ചാട്ടോ. ആവശ്യം ഇനിയിപ്പോൾ സോക്സിന്റെ കാലം വരാൻ പോകാണല്ലോ, അതുകൊണ്ട് സോക്സ് മേടിച്ച്. പിന്നെ ഇത് സ്പ്രേ ബോട്ടിലാണേ. ഇത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഞാൻ വിചാരിക്കും നമ്മുടെ ഈ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇതിനകത്ത് ഇട്ട് ഇച്ചിരി വെള്ളം കൂടി ഇട്ട് സ്പ്രേ ചെയ്ത് ഇച്ചിരി എളുപ്പമാണ്. മറ്റു വലുതിനകത്ത് നമ്മൾ അല്ലെ എണ്ണയാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് സ്പ്രേ ചെയ്യാം കേട്ടോ. അത് ഇത് മിറക്കുട്ടിന് എഴുതി പഠിക്കാനായിട്ടുള്ള ഒരു ഇതാണ്, ബോർഡാണ്. ബോർഡല്ല, ഒരു ഷീറ്റ് പോലെ നമുക്ക് ഇങ്ങനെ വാട്ടർമാർക്ക് പോലെ കാണിച്ചു തരാം. എഴുതിക്കോ പറ കേട്ടോ. വാട്ടർ വെച്ച് തൂത്താ മായി കേട്ടോ. ഇനി ഇത് ചുമ്മാ കുറച്ചൊരു ബോക്സുകളാണ് കേട്ടോ. ടേക്ക് എവേ ബോക്സ് ആണ് കേട്ടോ. ആ കുഞ്ഞു ടേക്ക്, വലിയ വലുതല്ല കേട്ടോ, ചെറുത്. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഫുഡ് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിലോ അത്യാവശ്യം മിച്ചം വരുന്ന ഫുഡൊക്കെ നമുക്ക് ഇട്ട് വെക്കാനായിട്ടൊരു ടേക്ക് എവേ ബോക്സ്. അതിൻ്റെ തന്നെ നല്ലല്ലേ. ഇതെന്താണെന്നറിയോ ചായ, ഇച്ചാൻ ഇവിടെ ഈ പ്ലേറ്റ് ഒക്കെ വെക്കില്ലേ, അതായത് നമ്മുടെ പ്ലേറ്റ് വെക്കില്ലേ, നമ്മുടെ ഈ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം സ്പൂണും ഇതും ഒക്കെ വെക്കില്ലേ, അതിവിടെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ വെക്കാം. പ്ലേറ്റിന് പകരം ഇതൊക്കെയാണ് എന്റെ പൊന്നു നിമിഷ നീ ഓർഡർ ഇത് ഉപകാരമുള്ള എന്തെങ്കിലും ഇത് മൊത്തം ഉപകാരമുള്ള സാധനമല്ലേ. പിന്നെ ഇത് ഞെട്ടും എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത്യാവശ്യ സാധനമുള്ള മസാലയും ഒക്കെ ഇട്ട് വെക്കാനായിട്ട്, പെട്ടെന്ന് എടുക്കാനായിട്ട്. മസാല ഇത് ഇത്രയും ചെറുതിന്റെ നമുക്ക് പെട്ടെന്ന് ഒരുമിച്ച് മസാലയൊക്കെ ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ വല്ല ഇത് ഏലക്കയും ഗ്രാമ്പും ഇട്ട് വെക്കാം, സ്പൈസസ് ഇട്ട് മസാല ഒന്നും അതിന്റെ ഇടാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ഇതായിട്ട് ഒരുമിച്ചെടുക്കാം. അപ്പൊ ഇതിനകത്ത് എല്ലാം കാണും. സ്പൈസസ് എല്ലാം അതിന്റെ അകത്ത് ഇടാം. ബിരിയാണിക്കൊക്കെയുള്ള സ്പൈസസ്, അതായത് കറുവപ്പട്ട, എല്ലാം ജീരകം, സ്റ്റാർ, ഏലക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ. പർപ്പസ് ആണോ ചായ? ചുമ്മാ ഒന്ന് ഓർഡർ ചെയ്ത് നമ്മൾ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കി എടുക്കണം. ഇത് ഒരു കുഞ്ഞു ബോട്ടിലാണ്. മസാല ഇടാനാണ് നീ പറയരുത്. അല്ല, ഇത് കുഞ്ഞു ബോട്ടിൽ. എന്തെങ്കിലൊക്കെ ഇട്ട് വെക്കാം. ആണോ? ഇത് എന്തെങ്കിലും ഇട്ട് വെക്കാൻ മേടിക്കുവാണോ നീ? ആവശ്യമുള്ള എന്തെങ്കിലും സാധനം ഇടാൻ മേടിച്ചാ പോരായിരുന്നോ? എന്താണെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചാൽ മറന്നുപോയല്ലോ. ഇതെന്താ പറയാ, ഇത് പറയാം. ഇത് എന്നാ വെച്ചാൽ ഉദ്ദേശിക്കാവോ? ഉദ്ദേശിക്കാവോ വെച്ചാൽ എനിക്ക് മനസ്സിലായി, ഷവർ ക്യാപ്പ് അല്ലേ? അങ്ങനെ ഞാനിപ്പോ ഓർത്താ, ഇപ്പം മനസ്സിലായി. എന്തിനാ പറയാവോ, ഈ ഫുഡൊക്കെ മൂടി വെക്കാനായിട്ടാ. ഫുഡ് മൂടി വെക്കാൻ, പാത്രത്തിന്റെ മണ്ടലോട് മൂടി വെക്കാൻ. നമ്മളിപ്പം അതായത് ഇപ്പം നമ്മൾ വേറെ ഒരു സാധനം ഇട്ട് നമ്മൾ മൂടി വെക്കില്ലേ, അതിന് പകരമായിട്ട് നമ്മൾ ഇതിങ്ങനെ തുറന്നിട്ട് ഇതിന്റെ പാത്രത്തിനകത്ത് ഇത് ഞാൻ തുറന്നിട്ട് ഒരു പാത്രം തുറന്നിട്ട് ഇപ്പൊ ഇച്ചാന് ഫുഡ് ഒരു പാത്രത്തിനകത്തുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ ഒരു സാധനം വലിയത് ഇത്ര വലിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് വെക്കാം. മനസ്സിലായോ? ഫുഡ് മൂടിയിരിക്കും. അപ്പൊ ഇങ്ങനെ മൂടി വെക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കൊരു പാത്രത്തിന് മണ്ടേ കൂടെ. മനസ്സിലായോ? ഫ്രിഡ്ജിനകത്തൊക്കെ നമുക്ക് ഇപ്പം നമ്മൾ എന്തോരം പാത്രങ്ങളെയും മൂടി വെക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. അതിന് പകരം കേട്ടോ. ഞാൻ എന്നെ എല്ലാത്തിനും കളിയാക്കും. ഞാൻ ഇത് കണ്ട അതിനല്ലേ ക്ലിംഗ് റാപ്പ് ഉള്ളതല്ല, ഒന്നാമത്തെ ക്ലിംഗ് റാപ്പ് എളുപ്പം. ഇതിപ്പോ എന്താ എന്തോരം സാധനം ഉണ്ടെന്ന് പറയാം. കുഞ്ഞു 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 ഇഷ്ടം പോലെ ഉണ്ട്. യൂസ് ചെയ്യാം. നിമിഷയുടെ ഓർഡറിംഗ് ആണ് കേട്ടോ, ഓൺലൈൻ ഓർഡറിംഗ്. ഇറക്കുട്ടനും എനിക്കും രാത്രി കിടക്കുമ്പോൾ ലൈറ്റ് ആണ് ഫ്രണ്ട് മേളിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സാധനം കേട്ടോ. ഇത് പ്ലഗ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇലക്ട്രിക് ആണേ. അതിനകത്തുണ്ടോ സ്റ്റാറും പിന്നെ ഫുൾ ഇത് യൂണിവേഴ്സ് ഒക്കെ പോലെ ഇരിക്കും. പക്ഷെ പ്ലാനറ്റ്സ് ഇല്ല, പക്ഷെ കുഞ്ഞു കുഞ്ഞു നല്ല പല പല കളർ വരും ഇതിനകത്തുനിന്നേ. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ദഹിച്ചാന് വേണ്ടപ്പെട്ട സാധനം ട്രാവലിംഗ് ഇത് സംഭവം. ഇതൊരു മിററാട്ടോ. ഇതുള്ള മിറ, മിറക്കുട്ടിന്റെ മിറർ കൊള്ളാം. വെച്ചിട്ട് കണ്ണാടി നോക്കാൻ കുഞ്ഞി മിറർ. സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് സ്റ്റാൻഡൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ. കൊള്ളാം, ഇഷ്ടപ്പെടാം മറുകടാ. ലൈക്ക് ഇറ്റ്. മോഹൻ നോക്കിയേ, കണ്ണാടി നോക്ക്. മാറ്റാൻ മറക്കുന്നു.
അത് കൊള്ളാം, അത് വിലയ്ക്ക് നല്ലതല്ലേ? ഇത് മിറക്കൊണ്ടുള്ള കുഞ്ഞു കണ്ണാടി. ഇനി ഇത് എന്നാന്ന് പറയാ, ഇത് നമ്മുടെ ഈ ഫ്രിഡ്ജിലൊക്കെ ഇടാനായിട്ടാ. ഫ്രിഡ്ജിന്റെ നമ്മുടെ ഓരോരോ തട്ടയില്. അപ്പൊ നമ്മുടെ ആ താഴത്തെ ഭാഗം നല്ല ക്ലീൻ ആയിട്ട് കിടക്കും ഇതിങ്ങനെ വെക്കാനായിട്ട്. നേരത്തെ താഴത്തെ ഭാഗം കൂടെ മാത്രം ക്ലീൻ ചെയ്താൽ മതിയായിരുന്നു, ഇനിയിപ്പോ ഇതും ക്ലീൻ ചെയ്യേണ്ടി വരുന്നു. പക്ഷെ ഇത് മാറ്റിട്ട് ക്ലീൻ ചെയ്യും. അല്ല അത് മാറ്റി ഇത് ക്ലീൻ ചെയ്യേണ്ട കാര്യം ഇല്ലല്ലോ. തീർന്നോ നിന്റെ ഓർഡറിങ്? കഴിയാറായി. ഇതെന്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു കുഞ്ഞൊരു സാധനമാണ്. ഇതിനകത്ത് പോകണമെങ്കിൽ ലിപ്സ്റ്റിക്കും വെക്കാം. ഇങ്ങനെ കറക്കി എടുക്കാം നമുക്ക്. ബ്രഷും മേക്കപ്പ് ബ്രഷും അല്ലാത്ത നമ്മുടെ ഈ ഫൗണ്ടേഷനും അതും ഇതൊക്കെ വെക്കാൻ. അപ്പൊ ഇതിങ്ങനെ ഇരിക്കും, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കറക്കി ഇങ്ങനെ എടുക്കാം സാധനങ്ങളൊക്കെ. പിന്നെ ഒരു ഹോൾഡർ ആട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു ഫോൺ കവർ മേടിച്ചായ. ഇതാണ് ഇപ്പോഴത്തെ കവർ. ഞാൻ എന്നെ കളിയാക്കി ഇത് ഭയങ്കര സ്പാർക്കിളി ആണെന്ന് പറഞ്ഞിട്ട്. ആണോ? അല്ല ഇപ്പം മേടിച്ചതിനേക്കാളും നല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇട്ടേക്കുന്നതാണ്. ആണോ? അതിനേക്കാളും ഭംഗിയുണ്ട്. അല്ല ഇത് നമുക്ക് ഹോൾഡറിൽ വെക്കാൻ പറ്റത്തില്ലെന്നേ. അത് ശരിയാ. അതുകൊണ്ടാണ് ഞാൻ വണ്ടിക്കകത്ത് വെക്കാൻ ഭയങ്കര പാടാ, അതുകൊണ്ട് മേടിച്ചതാട്ടോ. ഇത് നല്ലതല്ലേ? ചുമ്മാ ഒരു സിമ്പിൾ ആയിട്ടുള്ള സാധനം. പട്ടിയാണോ പൂച്ചയാണോ? പട്ടിയല്ല, ലെപ്പേർഡിന്റെ ആണ്. ഇത്രേ ഉള്ളു ചായ. ഇതെന്റെ നമ്മുടെ ഈ കാലിലെ ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മാറ്റാനായിട്ടുള്ളൊരു ഉപ്പുറ്റി ക്ലീൻ ചെയ്യാനുള്ളൊരു ഇലക്ട്രിക് സാധനം. ഇലക്ട്രിക് സാധനം. ഇതിങ്ങനെ ഓൺ ചെയ്യുമ്പോൾ നമുക്കിതിപ്പോൾ ചാർജ് ചെയ്ത് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കറങ്ങും കേട്ടോ. നമ്മുടെ പ്യൂബിക് സ്റ്റോൺ ഇല്ലേ പറയണ, ആ പ്യൂബിക് സ്റ്റോൺ, ആ സ്റ്റോൺ വെച്ച് നമുക്ക് ഇങ്ങനെ ഉപ്പൂറ്റിയൊക്കെ ക്ലിയർ ആക്കാനായിട്ടുള്ള സംഭവം. ഇലക്ട്രിക് സാധനമാണ്, നല്ല അടിപൊളി സാധനമാണ്. കല്ല് വെച്ച് ഉരയ്ക്കുന്നതിന് പകരം നമ്മുടെ കാലിങ്ങനെ വെച്ച് ഇതിങ്ങനെ വെക്കുമ്പോഴത്തേന് ഇലക്ട്രിക്കാ നന്നായിട്ട് പോകും കേട്ടോ. കൊള്ളാം. ഇത്രയും സാധനങ്ങൾക്കാണ് നീ 1.5 മാസം വെയിറ്റ് ചെയ്തത് അല്ലേ? ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് മരം മൂടി വെക്കാനുള്ള സാധനങ്ങള്. അത് കുറച്ച് വേണ്ടാത്തൊക്കെ ആയിപ്പോയെന്ന് തോന്നുന്നു. വേണ്ടാത്ത കുറച്ചില്ല, എല്ലാ ക്വാളിറ്റി തീരെ കുറച്ച് സാധനങ്ങളും ഉണ്ട് കേട്ടോ. സാരമില്ല, ഇത് കളയാം. ഇതാണ് ഓൺലൈൻ ഷോപ്പിംഗ്. ഇതാണുള്ള ഓരോ ഗുണങ്ങളും ദോഷങ്ങളും കേട്ടോ. നമുക്ക് നേരിട്ട് കാണുമ്പോൾ അവരുടെ ഷോപ്പിൽ കയറി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര സൂപ്പറായിട്ട് തോന്നും കേട്ടോ. പക്ഷെ വന്നു കഴിയുമ്പോഴായിരിക്കും അല്ലെ നിമിഷം. ഇതിനൊക്കെ ഭയങ്കര വിലയൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര തുച്ഛമായിട്ടുള്ള ഭയങ്കര വിലയൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്യാറില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഇങ്ങനത്തെ ഈ പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്കിന്റെ എനിക്ക് വേണ്ട സംഭവം ശരിക്കും പറഞ്ഞാൽ അത് ഓർഡർ ചെയ്യാൻ കേറുന്ന ബാക്കി എല്ലാം നമ്മളെ നമ്മള് കാണുമ്പോഴുണ്ടല്ലോ അവരുടെ അവര് കൊടുത്തേക്കുന്ന പടം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര അടിപൊളിയാന്ന് ഓർത്ത് മേടിക്കുന്ന കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഓൺലൈനിൽ ഷോപ്പ് ചെയ്ത് അബദ്ധം പറ്റുന്നത്. ഇത് പിന്നെ ഞാൻ ചുമ്മാ കുറച്ച് ലേബിൾസ് മേടിച്ചാണ്. നമുക്ക് ഇതിനകത്ത് പേര് എഴുതി വെക്കാം എന്താണ് സാധനങ്ങളാണെന്നൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിട്ട് മേടിച്ചാണ്. അപ്പൊ ഇനി ഒന്നും ഇല്ലാന്ന് പറയാം. അതുകൊണ്ട് ആപ്പിൾ ഒന്ന് മുറിച്ച് കാണിച്ചാൽ ആപ്പിൾ പോയിട്ട് ഇത് അബദ്ധമായി പോയിട്ടോ. ഇതാണ് ഏറ്റവും പറ്റിയ അബദ്ധം. നോക്കി ആപ്പിൾ മുറിയണ പോലും ഇല്ല. പഴം പോലും മുറിക്കാൻ പറ്റില്ല എന്റെ പൊന്നുമോളെ. അതുകൊണ്ട് പഴം മുറിക്കാൻ പറ്റും, ആപ്പിൾ പഴം പോലും മുറിക്കാൻ പറ്റില്ല എന്ന് വെച്ചാ അതിന് തീരെ കട്ടി കുറവാ. അതുകൊണ്ടോ പല്ല് രണ്ടായിട്ട് മുറിച്ചിട്ടാണോ? പല്ലൊക്കെ അങ്ങോട്ട് എങ്ങനെ മുറിച്ചാലും നിനക്ക് അതിന്റെ അകത്ത് പഴം പോയിട്ട് പുഴുങ്ങിയ ആപ്പിൾ പൊഴിക്കാന്നായിരിക്കും. പുഴുങ്ങിയ മുട്ട ചിലപ്പം ശരി. ഇത് എങ്ങനെയാണെന്നറിയാവോ? നിങ്ങൾ ഞാൻ ഫോട്ടോ കാണിക്കട്ടോ. ഇങ്ങനെയാട്ടോ ഈ സംഭവം. അതായത് നമ്മൾ ഇതിനകത്ത് ആപ്പിളൊക്കെ വെച്ചിട്ട് കത്തിയും കൊണ്ട് അപ്പൊ നമുക്ക് ഈ ഷേപ്പിൽ നമുക്ക് നല്ല വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പറ. അല്ലെങ്കിൽ നീ ആപ്പിൾ അതുകൊണ്ട് ഞെക്കി മുറിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ? സോറി. എന്നാണേലും ഇതൊക്കെയാണ് ആപ്പിൾ മുറിക്കണ സാധനം ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. അതുകൊണ്ട് ഒറ്റ അടി അടിച്ചാൽ ചിലപ്പം അടിക്കാൻ പറ്റണ ബ്ലേഡ് ഉള്ളതുകൊണ്ട് ഇത് നീ ഇങ്ങനെ നേരെ ഞെക്കണം. ഇതുകൊണ്ട് ആപ്പിൾ അത് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാം. അല്ലാതെ മറ്റേ കൂടെ ആപ്പിൾ എനിക്കിതിങ്ങനെ ഒത്തിരി ഓർഡർ ചെയ്തുകൊണ്ട് കൺഫ്യൂഷൻ. അതാണ് ഈ ഒരുപാട് ഓർഡർ ചെയ്താലുള്ള കുഴപ്പം മനസ്സിലായില്ലേ ഇപ്പം. ഇത് മാത്രം എന്നെ പറ്റിച്ചോട്ടോ. ഞാൻ ഓർത്തത് വലുതായിരിക്കും. നിമിഷ പഞ്ചസാരയും ഉപ്പും സാധനം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി വലിയ നല്ല ക്യൂട്ടല്ലേ കാണാൻ. നല്ല നീ മസാലയും പഞ്ചസാരയും ഇടാൻ വേണ്ടി മേടിച്ചല്ലേ? വലുതാണെങ്കിൽ നല്ല ക്യൂട്ടായിരുന്നു. നമുക്ക് എല്ലാ സ്പൈസസും അതുപോലെ നമ്മുടെ പൊടികളെല്ലാം ഒരുമിച്ചിട്ട് ലേബിൾ ചെയ്ത് വെക്കാം എന്നൊക്കെ ഒരു പ്ലാനിലാണ് ഞാനിത് മേടിച്ചത്. കായപ്പൊടി മാത്രം ഇടാൻ കൊള്ളാം അതിനകത്ത്. കായവും അല്ലെ ഉലുവയൊക്കെ ഇടാൻ കൊള്ളാം. വേറെ ഇതുകൊണ്ടാണ് ആപ്പിൾ മുറിക്കുന്നത്. എന്നാണേലും അപ്പം അങ്ങനെ ഇത്ര സാധനങ്ങൾ വന്നു കേട്ടോ. കുറച്ചൊക്കെ അബദ്ധം പറ്റിയെങ്കിലും കുറച്ചൊക്കെ അല്ലെ കുറച്ചല്ല. പക്ഷെ എനിക്ക് ഇത് ഭയങ്കര വിഷമം. ഞാൻ നല്ല ക്യൂട്ട് വലുതായിട്ടാന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് പൊടികളൊക്കെ ഇട്ട് വെച്ച് ലേബൽ ചെയ്ത് വെക്കാന്ന് ഭയങ്കര റിട്ടേൺ ചെയ്യാം കൊടുക്കാം കേട്ടോ. അതെ എന്റെ ലിപ്സ്റ്റിക് ബോക്സ് റെഡി ആയിട്ടോ. ഇതുണ്ടോ എല്ലാം കഴിഞ്ഞോ? 2 കൂടെ വെക്കാനോ? അതോടെ മേടിച്ചാലോ? അയ്യോ ഞാൻ വേണ്ടി 2 കൂടെ മേടിക്കാ. വേണ്ട വേണ്ട. ലിപ്സ്റ്റിക് ഭ്രാന്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിപ്പോ എത്ര ഉണ്ട് ചായ? 16 ഉണ്ട് കേട്ടോ.
ഈ ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ ഞാൻ എവിടെ പോയാലും എന്തെങ്കിലും കാണുമ്പോൾ മേടിക്കും കേട്ടോ. എന്റെ ഫേവറേറ്റ് മെബലിന്റെ ഈ ഇതാണ് കേട്ടോ, ഈ വിനൈൽ ഇങ്ക്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം നമുക്കൊരു ലിപ്സ്റ്റിക് ഇത് ചെയ്യാല്ലേ? അതെ, കാണിക്കാം. വേണ്ടവര് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ ലിപ് ലൈനർ അത് ഇതിനകത്ത് ഇടാൻ പറ്റില്ല, അതുകൊണ്ട്. അപ്പം വേണ്ടവര് എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. ലിപ്സ്റ്റിക് മാത്രമല്ല, ലൈനേഴ്സ് വേറെ ഉണ്ട്. ലൈനേഴ്സ് വേറെ ഉണ്ട്. നിമിഷം ഇത് കളർ ചെയ്യാൻ ഉള്ള ടെക്നിക്ക് കണ്ടുപിടിച്ചു കേട്ടോ. ഇത് എങ്ങനെയാ കളർ ചെയ്യുന്നത്? ഇതിനകത്തേ ഞാൻ നോക്കട്ടെ കേട്ടോ, ശരിയാവും നോക്കട്ടെ. ഇങ്ങനെ മുക്കിയിട്ട് വരച്ചേ നോക്കട്ടെ. നനച്ചിട്ടാ കണ്ടാ മുക്കിയിട്ട് വരച്ചേ. ചിരി വരുന്നത് ഇല്ല, ഇപ്പം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയെന്ന് തോന്നുന്നു. ആണോ? നല്ല ബിയാ. സി എഴുതി, സി എഴുതി, സി സി. ഏറ്റവും പാട് സി എഴുതാനാണ്. സി പഠിച്ചു. ഡി എഴുതിക്കേ. ഡി എഴുതാ അറിയാവോ? എഫ് വരച്ചേ. എഫ് അവിടെ വരയ്ക്കാതെ, എഫ് ഇവിടെ വരയ്ക്കും. ഇവിടെ വരയ്ക്കും. എഫ് എഫ് എപ്പോഴും മുക്കണ്ടടി. എഫ് വരയ്ക്ക്. ഓക്കെ, കുഴപ്പമില്ല, ഒപ്പിക്കാം. ഇവിടെ ഉണ്ട് എല്ലാം. ABCD ഇവിടെ ഉണ്ട്. ABCD എഴുതിക്കുന്നുണ്ടോ? ABCD 1 2 3 4 ഉണ്ട് കൊച്ചിന്. കൊച്ചിന് സംശയം ഉണ്ടെങ്കിൽ നോക്കി എഴുതാം കേട്ടോ. എടുത്ത കൈ ഒന്നൂടെ. എനിക്കറിയത് ഉണങ്ങി കഴിയുമ്പം കളർ പോവായിരിക്കും കേട്ടോ. വെള്ളം തുറച്ചു കളയാനായിട്ട് വരുന്നു. നിമിഷ, എന്നാ നമുക്കിനി വേറെ പരിപാടി തന്നെ. വീഡിയോ വൈൻഡപ്പ് ഇത്ര സാധനങ്ങളൊക്കെ സമാധാനമായില്ലേ നിനക്കാ? സാധനം എല്ലാം കിട്ടി, സമാധാനം കേട്ടോ. പിന്നെ ഇത് എല്ലാവർക്കും നല്ലൊരു ഓശാന ഞായറാഴ്ച. അതുപോലെ എല്ലാവർക്കും ഒരു നല്ലൊരു ഹോളി വീക്ക് അല്ലേ നേരുന്നു. എല്ലാവരും ഇപ്പൊ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ഒരു പ്രാർത്ഥനയുടെ ഒരു ആഴ്ചയാണ് കേട്ടോ അല്ലെ. വ്യാഴം, ദുഃഖവെള്ളി. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രാർത്ഥനയോടെ ഉള്ള ഒരു നല്ലൊരു ഹോളി വീക്ക് എല്ലാവർക്കും ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഈസ്റ്റർ ആവാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലേ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ നല്ല പാട്ടാണ് കേട്ടോ. പെട്ടെന്ന് ഭയങ്കര ഒരു ഭക്തി ഇതിലേക്ക് നമ്മൾ പോയി കേട്ടോ. പെട്ടെന്ന് കിട്ടിയത് നല്ലൊരു പാട്ട്, സൂപ്പർ പാട്ടാണ്. പക്ഷേ അതുപോലെ നമ്മുടെ കാറ്റത്ത് പയറെല്ലാം ഇവിടുത്തെ ഒരു പയർ ഫുള്ള് ഒടിഞ്ഞു പോയി. നീ കണ്ടില്ലായിരുന്നോ? ഞാൻ കാണിച്ചത്. നീ പുറത്തേക്ക് ഇറങ്ങിയോ? നിമിഷ, ഞങ്ങള് പയറ് കാണാൻ പോവാ. ഇവിടെ കഴിഞ്ഞ ദിവസത്തെ കാറ്റില് ഞങ്ങള് എന്താ പറയാ, കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ കാറ്റത്ത് പോയാണ് പയറ് കാണിച്ചു തരാം കേട്ടോ. അതുണ്ടോ, കഴിഞ്ഞ ദിവസത്തെ കാറ്റത്ത് നമ്മുടെ പന്തലിട്ട മൊത്തം പടന്നുപോയി. പക്ഷെ ഇവൻ കുഴപ്പമില്ലടി, ഇവനുണ്ട്. ഇത് പറിക്കാറായിട്ടോ. പറിക്കാൻ ഇഷ്ടം പോലെ പറിക്കാറായി. ഞാനതിങ്ങനെ നോക്കി വെച്ചേക്കോ. ഇഷ്ടം പോലെ. അപ്പുറത്ത് കുഴപ്പമില്ല. പിന്നെ ആപ്പിളും ചെറുതായിട്ടൊന്ന് മറിഞ്ഞു കേട്ടോ. ആപ്പിള് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു പോയി. ഒടിഞ്ഞില്ല, കയറി വരുമെന്ന് വിചാരിക്കുന്നു. ഇത് പോയി. നമ്മുടെ പയറ് കാറ്റത്തുണ്ടായ നാശനഷ്ടമാണ് കേട്ടോ. അതുപോലെ ആപ്പിൾ അവിടെ ചെറുതായിട്ട് ചെരിഞ്ഞു പോയി കേട്ടോ. അത് കുഴപ്പമില്ല. ഞാൻ ഇന്നിപ്പം ബണ്ണിങ്സ് പോയി അതൊന്ന് പിടിച്ചു കെട്ടാനുള്ള കുറച്ച് സാമഗ്രികളൊക്കെ മേടിച്ച് ഈ ആപ്പിൾമാരും നമ്മുടെ വീട്ടിലെ മരങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഞാനൊന്ന് കെട്ടിവെക്കാൻ പോവാണേ. അല്ലെങ്കിൽ ഇതുപോലൊരു കാറ്റ് വരുമ്പോഴത്തേക്കും എല്ലാം പെടന്നു പോകും. ഞാൻ ഈ കറിവേപ്പ് കഴിഞ്ഞ ദിവസം ഭാഗ്യത്തിന് ഞാൻ കെട്ടി വെച്ചതുകൊണ്ടാണ് അതിന്റെ പിറ്റേ ദിവസമാണ് ഈ കാറ്റടിച്ചത്. അതുകൊണ്ട് കറിവേപ്പിനൊന്നും പറ്റിയില്ല. ഭയങ്കര ഒരു കാറ്റും മഴയായിരുന്നു അന്ന് കേട്ടോ ഇവിടെ ഉണ്ടായത്. എഗ് പ്ലാന്റ് കിടക്കുന്ന നോക്കിയാൽ അന്നാ സാധനം വെച്ചോണ്ട്. അതെ പ്ലാന്റ് അതൊക്കെ കറി വെക്കണം. ഇനി ഇഷ്ടം പോലെ പച്ചക്കറികൾ നമുക്ക് നമ്മുടെ പുറത്തുനിന്ന് മേടിക്കണ്ട, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പച്ചക്കറികൾ ഇന്ന് ഒരുപാട് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരും. അതുവരെ മിറക്കോട്ടാ. ബൈ.